വീട്ടുടമസ്ഥന്റെ ഭാര്യ കൂടിയുണ്ട്, ദേവി. അവർ കൂടെ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി ദേവി, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഒരു സ്ഫോടനമുണ്ടായി, അതിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തത് ആർക്കാണ്, അവിടെ എത്ര പേർ താമസിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തതയുണ്ടോ? അവിടെ പടക്ക നിർമ്മാണമാണോ നടന്നിരുന്നത്? ഹലോ ഹലോ ആ, പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ നമുക്കൊരു 2:30-3 മണിയാകുമ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. പിന്നെ ഫോൺ എടുത്ത സമയത്ത് പോലീസാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ വീടെല്ലാം തകർന്നിട്ടാ ഇല്ലത് എന്ന് പറഞ്ഞു. അന്നേരം ഇത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഇവർക്ക് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് കാലിന് സൂലാതുകൊണ്ടും പിന്നെ ഈ സമയമില്ലാ സമയം ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കേട്ടതോ ഒന്നും തിരിയുന്നില്ല. അതിനുശേഷം പിന്നെ ഇത് വേറെ അതിന്റെ അടുത്തുള്ള ആളെ നമ്മളൊന്ന് വിളിച്ച് അന്വേഷിച്ചു. അന്നേരം പറഞ്ഞു ആ സംഭവം ഇങ്ങനെയാണെന്ന്. നമ്മൾ പറഞ്ഞു എന്നാ വേണ്ടേ, അങ്ങോട്ട് വരാൻ ഇങ്ങനെയാണല്ലോ സംഭവം, കഴിയുന്നില്ലല്ലോ. അന്നേരം പോലീസുകാർ പറഞ്ഞു എന്നാ ആരും ഇങ്ങോട്ട് വരണ്ട, നമ്മൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇവിടെ വന്ന് എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് അവരങ്ങ് പോയി. ഈ വീട് ആർക്കാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത്? വാടകയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാല് ഒരു 4 പേര്, എന്തോ പേര് ഇവർക്ക് അറിയില്ല. പിന്നെ അതായത് മലയാളികളായ ആളുകൾക്ക് തന്നെ മലയാളികൾക്ക് തന്നെ കൊടുത്തിന്. അവര് എന്ന് പറഞ്ഞാല് അവര് 2-3 ആൾ ഇവിടെ താമസിക്കും. അവർക്ക് എന്തോ ഒരു പാർട്സിന്റെ എന്തോ ഒരു ബിസിനസ് ആണ്, എല്ലാ ഷോപ്പിലും എന്തിന്റെ ആണെന്ന് നമ്മ പിന്നെ അന്വേഷിച്ച് അത് കൊടുക്കലാണ്. പയ്യന്നൂര് ആ സൈഡിലാണ്. അപ്പൊ വാടകക്ക് വേണ്ടി നമ്മ ആ സൈഡെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അത്ര വരെ നമുക്ക് പിന്നെ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളൊരു എഗ്രിമെന്റ് ഒന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ആർക്കും കൊടുക്കലില്ല, എഗ്രിമെന്റ് നമ്മൾ ആർക്കും ആക്കയില്ല. നമ്മളൊന്ന് വീടെല്ലാം ഒന്ന് വൃത്തിയായിട്ട് നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ചെറിയൊരു പൈസ വാടക വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. അവിടെ പടക്ക നിർമ്മാണം അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നതായി ഒന്നും അറിയില്ല, ഒന്നും നമ്മളറിയില്ല. നമ്മളിപ്പോ ഒരു ഈ മഴക്ക് മുന്നിലേ ഞാനും എന്റെ ഭർത്താവും കൂടി അവിടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അവരടിക്കലുണ്ടോ വാരലുണ്ടോ ചെതൽ വിളിച്ചിട്ടുണ്ടോ, അവർ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നതാണല്ല, വൃത്തിയാക്കുന്നുണ്ടോന്നല്ലോ എന്നാന്നല്ല അറിയാൻ വേണ്ടി അവരില്ല ദിവസം തന്നെ നമ്മൾ പോയി. നമ്മൾ റൂമെല്ലാം മേലെയും തായിലും എല്ലാം പരിശോധിച്ച സമയത്തും ഒന്നുമില്ല, ഒരു വൃത്തികേടുമില്ല. അതിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കാണാനോ കുടിക്കാനോ ഒക്കെ നമ്മളെ കണ്ടുപെട്ടിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിൽക്കൂലല്ല. അതായത് അവിടെ പോയത് എപ്പോഴാണ്? ഈ മഴക്ക് മുന്നിലെയാണ്. അത് ഇത്ര ദിവസം ഒന്നും ഓർമ്മയില്ല. പോയിട്ട് ഇപ്പൊ പോണം ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഈ മഴ നിൽക്കുന്നുമില്ല, പോവാനോട്ട് പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് കഴിയുന്നില്ല. ഇതര സംസ്ഥാനക്കാരാണ് താമസിക്കുന്നത് എന്നതിനെ കുറിച്ച് അവരല്ല, പുറത്തുള്ളവരല്ല, നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണ്. അവരങ്ങ് പള്ളിക്കുന്നില്ല, അങ്ങനെ ഒരു ഇല്ല ആളായിട്ടാണ് തോന്നുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീമതി ദേവി. എന്തായാലും ഈ അവസരത്തിൽ വിവരങ്ങൾ നൽകിയതിന്. അവിടെ